ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. ആക്ച്വലി ഞാനിന്ന് ലേറ്റായിട്ടാണ് എണീറ്റത്, എന്നാലും സാരമില്ല, ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എണീറ്റ് പാടെ ഞാൻ ആദ്യം തന്നെ പോണത് നമ്മുടെ കൃഷ്ണനെ കാണാനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ആരാണ് ഈ കൃഷ്ണൻ എന്നുള്ളത്? വേറെ ആരുമല്ല, നമ്മുടെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാണ്. രാവിലെ തന്നെ മൂപ്പരുടെ അടുത്ത് ഇന്നത്തെ ദിവസം ഗംഭീരാക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. രാവിലത്തെ റുട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് കയറുകയാണ്. ആദ്യം തന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. ഇന്ന് ദോശയാണ്, അപ്പോൾ ദോശയിലേക്കുള്ള ചെറുപയർ കറിക്ക് വേണ്ടിയിട്ടാണ്. കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ കടലയൊക്കെ, അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ശേഷം ഞാൻ മുറ്റത്ത് പോയിട്ട് മുരിങ്ങയില പറിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പും നാളികേരും കൂടെ ഇട്ടിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണന് നാളികേരം അരച്ചത് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് നാളികേരം അരച്ചത് ഇഷ്ടമല്ല. എന്നാലും ഞാൻ കണ്ണന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഇടയിലൂടെ ഞാൻ എന്ത് ചെയ്തു, ചോറിന് വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് തിളച്ച് അത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ മമ്പയർ വേവിച്ച് വെച്ചിരുന്നു കണ്ണന് സ്കൂളിലേക്ക് ഉപ്പേരിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കാരണം അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ വയറ്റിലേക്ക് അത് എത്തുള്ളൂ അല്ലേ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നും വെജിറ്റബിൾസ് അല്ലാതെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് ഉപ്പേരിയൊക്കെ കൊടുക്കാറുള്ളത്. ശേഷം ഞാൻ നാളികേരം പൊട്ടിക്കുകയാണ്. അത് ചിരകി അരച്ചെടുക്കണം. അത് ചെറുപയറിലേക്കും മുരിങ്ങയിലേക്കും കൂടെ ഉള്ള അരച്ചെടുത്തതാണ്. ശേഷം മുരിങ്ങയില വാഷ് ചെയ്യാണ്. അപ്പോൾ ഒരുപാടൊന്നും കഴുകിയിട്ടില്ല, കാരണം ഇല ഒരുപാട് കഴുകിയാൽ അതിനൊരു കയ്പ്പ് വരും എന്നറിയാം, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു മഴക്കാലത്ത് മുരിങ്ങയില എടുക്കാൻ പാടില്ല എന്നൊക്കെ കേൾക്കാറുണ്ട്, പക്ഷേ ഞങ്ങൾ എല്ലാ കാലത്തും എടുക്കും. കാരണം എനിക്കും കണ്ണനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സമയമൊന്നും നോക്കാറില്ല. അപ്പോൾ ഏകദേശം കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചോറ് വെന്തിട്ടുണ്ട് തോന്നണു. അപ്പോൾ ഞാനത് നോക്കി, ചോറ് വെന്തു, അത് ഊറ്റി വെച്ചു. അതോടൊപ്പം തന്നെ ചെറുപയർ കറിക്ക് വേണ്ട കാര്യങ്ങൾ കുക്കറിൽ റെഡിയാക്കി. മുരിങ്ങയിലേക്ക് വേണ്ട നാളികേരം ഇട്ടു, അത് ഇളക്കി. ഇനി അതിലേക്കൊരു വറവിടണം. ആ വറവിടുന്ന പാത്രത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ണന് വേണ്ടിയിട്ടൊരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കാം. കണ്ണന് മീനും ഓംലേറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂളിലേക്ക് അധികം ഞാൻ മീനൊന്നും കൊടുത്തേക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഓംലേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അവർ ഫുഡ് കഴിക്കുമ്പോൾ നല്ല ഇത് കഴിക്കട്ടെ വിചാരിച്ചിട്ട്. ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇത് മാഗിയാണ്, അവന് സ്നാക്സിന് വേണ്ടിയിട്ടാണ്. എനിക്ക് മാഗി അവൻ കൊണ്ടുപോകുന്നത് തീരെ ഇഷ്ടമല്ല, പക്ഷേ ചില സമയങ്ങളിൽ അവനൊരു ഹാപ്പിനെസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രം കൊടുക്കുന്നതാണ്. അന്ന് ഫുള്ള് ചോറ് കഴിക്കാമെന്ന് പറയും. മാഗി തന്നേക്കുന്ന അന്ന് ഫുൾ ചോറ് കഴിച്ചോളാം അമ്മയെന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവന് വേണ്ടിയിട്ട് മാഗിയും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അതിനുശേഷം അവന് ടിഫിനിലേക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി തുടച്ച് വെച്ചു. അപ്പോഴേക്ക് നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. സാധാരണ ഞാൻ വെക്കുമ്പോൾ ഈ കളറല്ല ഉണ്ടാവാറ്, എന്തോ സംഭവിച്ചു പോയി, അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ കറി മാറ്റി വെച്ചു. ഞാൻ ആ അടുപ്പിലേക്ക് തന്നെ വേഗം എന്ത് ചെയ്യാണ്, ദോശയ്ക്ക് വേണ്ടിയിട്ട് വെക്കുകയാണ്. ദോശ ഞാൻ ചൂടോടെയാണ് കണ്ണൻ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അവന് ചൂടോടെ കഴിക്കണം. ഇപ്പോൾ അവന് വേണ്ടിയുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 2 ദോശയൊക്കെ കണ്ണൻ കഴിക്കുള്ളൂ. അപ്പോൾ അത് എപ്പോഴാണോ അവൻ കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക. ഇതൊന്നുമല്ല ടാസ്ക്, കണ്ണനെ വിളിച്ചുണർത്തണം. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഇനി നമുക്ക് കണ്ണനെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് പോയാലോ? അപ്പോൾ ദോശ അടച്ച് വെച്ചിട്ട് നമുക്ക് കണ്ണനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഓക്കെ. കണ്ണൻ നല്ല പുതച്ച് മൂടി കിടന്നുറങ്ങുകയാണ്. മഴക്കാലമാകുമ്പോൾ കുട്ടികളെ വിളിച്ചുണർത്താൻ ഭയങ്കര പണിയാണ്, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന സമയത്ത്. അവർക്ക് സ്കൂളിൽ പോകാനും ഒരു മടി ഉണ്ടായിരിക്കും. പക്ഷെ കണ്ണന് എണീക്കാനേ ഉള്ളൂ മടി, സ്കൂളിൽ പോകാനൊന്നും മടിയില്ല. ഞാൻ വിളിക്കും, അവൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കും. ഒരു വിധത്തിൽ അവൻ എണീറ്റ് വരുന്നുണ്ട്. എണീറ്റോ.
വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അവനൊരു ഉഷാറായത്. അപ്പോൾ അവനും ഓക്കെ പറഞ്ഞു. രാവിലെ തന്നെ എണീറ്റ് അവൻ ബ്രഷ് ചെയ്യാണ് മുറ്റത്തിരുന്നിട്ട്. അവൻ ബ്രഷ് ചെയ്ത് വരുന്ന സമയം നോക്കിയിരുന്ന ഞാൻ അവനെ കുളിക്കാനുള്ള തോർത്ത് കൊടുത്തു. എന്നാൽ ആ ഉഷാറിൽ അവൻ കുളിച്ചോളൂ, അല്ലെങ്കിൽ അവന് മടിയായിരിക്കും ഇരുന്നാൽ. അപ്പോൾ പിന്നെ അവന് എണീക്കാൻ ഭയങ്കര മടി. ആ സമയത്ത് കറണ്ട് പോയിരുന്നു, അതാണ് അവിടെ വെളിച്ചില്ലാത്തത്. അപ്പോൾ കറണ്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അയൺ ചെയ്യാണ്. അവന് സ്കൂളിലേക്ക് വേണ്ടത് മസ്റ്റാണ്, അയൺ ചെയ്തിട്ട് യൂണിഫോം ഇടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു പണിയാണ്. രാവിലെ അത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും കണ്ണൻ കുളിച്ച് വരുന്നുണ്ട്. ബാത്റൂമിൽ നിന്ന് എന്തൊക്കെയോ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അപ്പോഴേക്കും അവൻ പുറത്തിറങ്ങി വന്നു. എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേൻ്റെ വീഡിയോയ്ക്ക് നല്ല ലൈക്ക് കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടോയെന്നാവോ. പിന്നെ എനിക്ക് അവനാണ് വീഡിയോ എടുത്തു തന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളത്. എന്നാലും അവൻ നല്ല ഉഷാറായിട്ട് എടുക്കും. എൻ്റെ ഡാൻസിൻ്റെ റീലും കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് എടുത്ത് തരാറുള്ളത്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്യും കണ്ണൻ. അപ്പോൾ അവന് ഞാൻ ചോറാക്കി അതിലേക്ക് വേണ്ട ഉപ്പേരി കൂടെ വെക്കുകയാണ്. അപ്പോൾ അവൻ അതേ പറയുന്നുണ്ട് കുറച്ച് മതി എന്നുള്ളത്. ഞാൻ പിന്നെ സ്കൂളിലേക്ക് ആകുമ്പം കുറച്ചധികം കൊടുത്തയക്കും. കാരണം ടീച്ചേഴ്സിനെ പേടിച്ചിട്ട് അവർ കഴിക്കും. കളയാൻ പാടില്ല എന്നുള്ള ആ ഒരു സിസ്റ്റം അവിടെ ഉള്ളതുകൊണ്ട് കഴിക്കും. വീട്ടിലാകുമ്പോൾ ഞാനിങ്ങനെ പറയണം ഈ ഐറ്റംസൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ. കറി പാത്രത്തിലാക്കി തന്നെ വേറെ തന്നെയാണ് കൊടുക്കുക. ചോറിലൊഴിക്കാറില്ല കറി, വേറെ പാത്രത്തിലാണ് കൊടുക്കുക. അതേപോലെ അവൻ്റെ നൂഡിൽസ്, അവന് സ്നാക്സിന് കഴിക്കാനുള്ള നൂഡിൽസാണ്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കൂടെ വയ്ക്കുന്നുണ്ട് അവന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു ടൈമിൽ അവർക്ക് പുറത്ത് പോയി കൈ കഴുകാനൊക്കെ പറ്റുമോ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവന് കഴിക്കാം. സ്നാക്സ് വെക്കുമ്പോൾ ഞാനിങ്ങനെ വെക്കാറുണ്ട്, സ്പൂൺ വെച്ച് കൊടുക്കാറുണ്ട്. ശേഷം അവരുടെ ഫുഡ് കവർ ചെയ്യാണ്. ഇങ്ങനെയാണ് അവൻ്റെ ഫുഡ് ഞാൻ കവർ ചെയ്യാറുള്ളത്. ഞാൻ എല്ലാ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് കൊണ്ടുവരാറുള്ളത്. അവിടെ മസ്റ്റാണ് ഇങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ ഡെസ്കിലൊന്നും ആവില്ല. ഈവനിങ് കുറച്ച് ടാസ്ക്കാണ് അത് വൃത്തിയാക്കാൻ. അത് ഞാൻ ആ ഡ്യൂട്ടി അവനെ തന്നെ ഏൽപ്പിക്കും. ഞാനത് ചെയ്യാറേ ഇല്ല. കാരണം അത് അവൻ കഴിച്ച് വന്നതുകൊണ്ട് അവൻ തന്നെയാണ് നീറ്റ് ചെയ്തിട്ട് വെക്കുക. അത് വളരെ വൃത്തിയായിട്ട് അവൻ ചെയ്യും. അപ്പോൾ കിറ്റ് റെഡിയായി. ഇനി വേണ്ടത് കണ്ണന് രാവിലത്തെ ചായ വേഗം കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ചൂടാറിയിട്ടുണ്ട് ദോശ, എന്നാലും സാരമില്ല, കണ്ണൻ അഡ്ജസ്റ്റ് ചെയ്തോളും. ചെറുപയർ കറിയൊക്കെ ഞാൻ കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട്. രാവിലെ തന്നെ കുറച്ചൊന്ന് ടോപ്പിലിട്ട് കഴിഞ്ഞാൽ കണ്ണൻ ചെറുപയർ കറിയൊക്കെ കൂട്ടി കഴിച്ചോളും. അങ്ങനെയൊക്കെയല്ലേ ഈ കുട്ടികളുടെ വയറ്റിലെത്തുള്ളൂ. അപ്പോൾ ഞാൻ നല്ല ടോപ്പിലിടും. കണ്ണൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ എന്നൊക്കെ പറയും. അവനത് കേൾക്കും. കഴിക്കുകയാണ്. കണ്ണൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാന്നൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അത് പെട്ടെന്ന് നീറ്റാക്കി. അതോടൊപ്പം തന്നെ കിച്ചണൊന്ന് നീറ്റാക്കി. എനിക്ക് പെട്ടെന്ന് വൃത്തിയാക്കണം. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേഗം നീറ്റാക്കും. അല്ലെങ്കിൽ എനിക്ക് അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം കിച്ചൺ ആ ഒരു നിമിഷ നേരം കൊണ്ട് റെഡിയാക്കി. അതിൻ്റെ ഇടയിലാണ് കണ്ണൻ പറഞ്ഞത് എക്സാം പേപ്പർ കിട്ടിയിട്ടുണ്ട്, അതിൽ സൈൻ ചെയ്യണം എന്നുള്ളത്. SSൻ്റെ ആയിരുന്നു. സൈൻ ചെയ്ത് കൊടുത്തു. എ ഗ്രേഡൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അവ അങ്ങനെ ഒന്നൊരു റിലാക്സ് ചെയ്യാണ്. നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കുട്ടി. അപ്പോൾ ഇനി അവന് പോകാനുള്ള സമയമായി തുടങ്ങി ഏകദേശം. അവൻ ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തു. നല്ല ശക്തിയിൽ മഴയാണ്. അല്ലെങ്കിൽ അവൻ തന്നെയാണ് ഒറ്റയ്ക്ക് വണ്ടിയിൽ കയറി പോവാറുള്ളത്. ഇടയ്ക്ക് ഞാൻ നല്ല മഴയുള്ളപ്പോൾ ഞാൻ ആക്കി കൊടുക്കും. ഇന്നിപ്പോൾ അവൻ പൊയ്ക്കോളാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു അവൻ പൊയ്ക്കോളാന്നുള്ളത്. അങ്ങനെ എനിക്ക് ടാറ്റയും ഉമ്മയൊക്കെ തന്നിട്ട് കണ്ണൻ പോവുകയാണ്. പോകുമ്പോൾ നല്ല മഴ പെയ്തപ്പോൾ അവൻ തിരിച്ച് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവൻ്റെ ബാഗും കിറ്റുമൊക്കെ ഞാൻ തന്നെ വാങ്ങിയിട്ട്, കുട എടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, എന്നിട്ട് ഞാൻ തന്നെ വാങ്ങി വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ്റെ വണ്ടി വന്നു. അപ്പോൾ അവൻ വണ്ടിയിലേക്ക് കയറി. ഓട്ടോയിലാണ് അവൻ പോകുന്നത്. വണ്ടിയിലേക്ക് കയറി. അതിൻ്റെ ഡിക്കിയിൽ അവൻ്റെ ബാഗും കിറ്റുമൊക്കെ ഞാൻ വെച്ച് കൊടുത്തു. ഇനി അപ്പോൾ അവൻ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ടാസ്ക്. ഇനി പുതിയൊരു കണ്ടൻറ്റായിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.